എന്താണ് ബാൽപെയോർ? ബൈബിളിൽ ഈ പദം പലയിടത്തും നമുക്ക് കാണാൻ കഴിയും. അനന്തരം അവർ ബാൽപെയോറിനോട് ചേർന്ന് പ്രേതങ്ങൾക്കുള്ള ബലികളെ തിന്നു. 106 സങ്കീർത്തനം അതിൻ്റെ 28 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. 14 ദിവസം കൊണ്ട് നേടിയെടുക്കേണ്ട വാഗ്ദത്ത നാടായ കനാനിൽ പ്രവേശിക്കുന്നതിന് ഇസ്രായേൽ ജനത്തിന് ഏതാണ്ട് 40 വർഷം എടുത്തു എന്ന് കാണാൻ കഴിയുന്നു. കാരണം ഇസ്രായേലിയരുടെ പാപമാണ് അതിന് കാരണം. അവർ ഹൃദയം കൊണ്ട് മിസ്രൈമിലേക്ക് മടങ്ങുകയും ദൈവത്തിനെതിരെ പിറുപിറുക്കുകയും ചെയ്തു. അവർ ദൈവത്തിനെതിരെ മത്സരിച്ചു. അതിനാൽ വാഗ്ദത്ത നാട് അവർക്ക് പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല. ദൈവം വാഗ്ദത്ത നാട് തരുവാൻ വിശ്വസ്തനാണ്. എന്നാൽ അനേകം തവണ ഇസ്രായേലിന് മരുഭൂമിയിൽ മല ചുറ്റേണ്ടി വന്നത് അവരുടെ പാപം തന്നെ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവർ ദൈവത്തിൻ്റെ ആദ്യ കൽപ്പന തന്നെ ലംഘിച്ചു. ദൈവം ഏകനാണ്. ആ ഏക സത്യ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്നത് യഹോവയുടെ പരമപ്രധാനമായ കൽപ്പനയായിരുന്നു. സീനായി പർവ്വതത്തിൽ കയറിപ്പോയ മോശയെ കാണാതായപ്പോൾ ജനം എന്തു ചെയ്തു എന്ന് നമുക്ക് തിരുവെഴുത്തുകൾ പരിശോധിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. ജനം ഒക്കെയും തങ്ങളുടെ കാതിൽ നിന്ന് പൊൻകുണുക്ക് പറിച്ച് അഹരോന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. അപ്പോൾ അവർ, ഇസ്രായേലേ, ഇത് നിന്നെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞു. പുറപ്പാട് പുസ്തകം 32 അതിന്റെ 3-4 വാക്യങ്ങൾ. അവർ യാഗപീഠം പണിതു. മിണ്ടുവാനും പ്രവർത്തിപ്പാനും കഴിയാത്ത കാളക്കുട്ടിയെ അതിൽ വെച്ച് അവരെ ആരാധിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്നും നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് എന്താണ്? ദൈവത്തിന്റെ തേജസ്സിനെ പലതുമാക്കി മെനഞ്ഞ് അതിനെ ആരാധിക്കുന്നു. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. റോമാലേഖനം 1 അതിന്റെ 23 ദൈവം ഈ അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവാണ്. സൃഷ്ടികളായ പലതിനെയും നാം ദൈവമാക്കി ആരാധിക്കുവാൻ പാടുണ്ടോ? ഇസ്രായേല്യർ ഈ ആദ്യ കൽപ്പന ലംഘിച്ചു. സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടിയെ ആരാധിച്ചപ്പോൾ യഹോവയാൽ അവർ ശിക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. വീണ്ടും ഇസ്രായേൽ പാപം ചെയ്തു. അവർ ബാൽപെയോറിനോട് ചേർന്ന് ബിലെയാമിന്റെ തെറ്റായ ഉപദേശപ്രകാരം മോവാബ്യ സ്ത്രീകൾ അവരെ വശീകരിച്ചു. മോവാബ്യർ ആരാധിച്ചിരുന്ന ഒരു മിഥ്യാമൂർത്തിയായിരുന്നു ബാൽപെയോർ. ഇസ്രായേൽക്കാരോട് അന്യ ദൈവങ്ങളെ ആരാധിക്കുകയോ വിഗ്രഹാരാധനയുള്ള അന്യജാതികളിൽ നിന്നും ഭാര്യമാരിയെ തിരഞ്ഞെടുക്കുകയോ അരുതെന്ന് യഹോവ ചട്ടം ചെയ്തിരുന്നു. എന്നാൽ അവരുടെ സ്വന്തം സുഖങ്ങൾക്കായി ദൈവകൽപ്പന അവർ ധിഖരിച്ച് മിഥ്യാമൂർത്തികളെ ആരാധിക്കുവാൻ ഇടയായി. ഇസ്രായേൽ ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബ്യ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. ഇസ്രായേൽ ബാൽപെയോറിനോട് ചേർന്ന് യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിപ്പിച്ചു. സംഖ്യാപുസ്തകം 25 അതിന്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ. അന്ന് 24,000 പേർ ബാധയാൽ മരിച്ചുവെന്ന് സംഖ്യാപുസ്തകത്തിലും 23,000 പേർ മരിച്ചുവെന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലും നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത്. അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിനത്തിൽ 23,000 പേർ വീണുപോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. 1 കൊരിന്ത്യർക്ക് ലേഖനം 10 അതിന്റെ 7-8 വാക്യങ്ങൾ. ഇന്നും ദൈവകൽപ്പനയെ വിട്ട് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നുണ്ടോ? ദൈവത്തിന് ഇഷ്ടമല്ലാത്തതെന്തും വിഗ്രഹമാണ്. ദൈവത്തെക്കാൾ കൂടുതലായി എന്തിനെങ്കിലും നാം സ്നേഹിക്കുന്നുവെങ്കിൽ അത് വിഗ്രഹാരാധനയാണ്. ബാൽപെയോറിനോട് ചേരരുത്. ദൈവ കോപത്തിന് ഇടം കൊടുക്കരുത്. വാഗ്ദത്ത നാട് കാണാൻ കഴിയാതെ മരുഭൂമിയിൽ അനേകം തവണ മല ചുറ്റുന്നവരായി നാം മാറരുത്. ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ നൽകപ്പെട്ടിട്ടുള്ള ഒരേ ഒരു നാമമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തു എന്ന നാമം മാത്രമാണ്. അവന് മുഖപക്ഷമില്ല. ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു. ബാൽപെയോറിനോട് ചേരാതെ സത്യ ഏക ദൈവത്തെ മാത്രം ആരാധിക്കാം. വാഗ്ദത്ത നാടിനായി നമുക്ക് കാത്തിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി
അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com